ഇതിപ്പോ കയറ്റിയത് ആരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ. പോറ്റിയെ കയറ്റിയത് ആര് എന്നതിൽ നല്ല വ്യക്തത തോന്നും. നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ഈ കേസിന്റെ ഉത്ഭവം എങ്ങനെയാണ്. ശബരിമല നമ്മുടെ അയ്യപ്പ മഹാസംഗമം നടക്കുന്നു, ആഗോള. ആ ഘട്ടത്തിൽ പോറ്റി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. പോറ്റിയാണ് ആദ്യം ഇത് കാണുന്നില്ല എന്ന് പരാതി കൊടുക്കുന്നത്, ഒരു പീഠം. അതോടുകൂടി ഒരു പുതിയ വിവാദം തുറന്നു. പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിന്നീട് അത് കണ്ടെത്തി. അപ്പൊ ആരാണ് പോറ്റി ഉപയോഗിച്ചിട്ട്, ചിലപ്പോൾ ആ ഒരു ഹ്രസ്വ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും. പോറ്റിയാണല്ലോ തുറന്നിട്ടത്, വേറെ ആരുമല്ല തുറന്നിട്ട്, അദ്ദേഹം തന്നെയാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ചിലപ്പോ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിച്ചായിരിക്കും. പ്രതിപക്ഷമായിട്ട് സംസാരിച്ചു എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി. ഇത് കോടതി വന്നപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആയിക്കോട്ടെ, പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുന്നു. എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. SIT ഞങ്ങൾ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ നിയമസഭാ സമ്മേളനത്തിനെ ബഹിഷ്കരിച്ച് അത് പച്ചക്കള്ളല്ലേ ഇപ്പൊ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പൊ അതല്ലല്ലോ അന്വേഷിക്കേണ്ടത്, ഇപ്പോ 19 അന്വേഷിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഒരു കള്ളൻ നമ്മൾ പിടിച്ചു, കള്ളനെ പിടികൂടിയതൊരു മോഷണത്തിലായിരിക്കും. ആ ദിവസം വരെ വളരെ സത്യസന്ധനും സ്വാത്വികനുമായൊരു കള്ളൻ ആദ്യം നടത്തുന്ന മോഷണമായിട്ടാണെങ്കിൽ ശരി, സ്വാഭാവികമായിട്ടും പോലീസുകാരെന്ത് ചെയ്യും? ഈ കള്ളൻ ഇതിനു മുമ്പ് വല്ല മോഷണം നടത്തിയിട്ട് നോക്കില്ലേ? അപ്പൊ പല കേസുകളും വരില്ലേ, ചിലപ്പോൾ ഇതിനേക്കാളും വലിയ കേസ് വന്നെന്ന് വരില്ലേ. അപ്പൊ പറയുകയാണെങ്കിൽ അതൊന്നും ഇപ്പൊ അന്വേഷിക്കേണ്ട, നിങ്ങൾ ഇത് അന്വേഷിച്ചാൽ മതി, അത് ഡൈല്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഡൈല്യൂട്ട് ചെയ്യണം എങ്ങനെയാണ്? ഇപ്പൊ ഒരു മോഷണം പിടിച്ച് പോലീസ് അന്വേഷിച്ച് അത് വളരെ ഗൗരവമായി നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിനിടയിലാണ് വേറൊരു മോഷണം നടത്തിയപ്പോൾ കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടോ, കുറെ കൂടി സ്ട്രോങ് ആവും രണ്ടാമത്തെ കേസ്. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കേസ് ഗൗരവമുള്ളതാവും. പൊതിഞ്ഞത് കട്ടതാണോ മൊത്തം സ്വർണം കട്ടതാണോ എന്ന പ്രശ്നം വരുമ്പോ ചിലപ്പോ അടുത്ത ഗൗരവമായി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ SIT അന്വേഷണം നടത്തുന്നു. ഹൈക്കോടതി പൂർണ്ണമായും അതിനകത്ത് സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനകത്ത് അകത്ത് കിടക്കുന്നവരിൽ എല്ലാവരും ഉണ്ടല്ലോ. ഇനിയിപ്പോ വരുന്നു തന്ത്രിയുടെ ഞങ്ങളിപ്പോ തന്ത്രി കുറ്റം ചെയ്തില്ലയോ? ഗവൺമെന്റ് അതിനകത്തല്ല, പോലീസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ വരുമ്പോ അപ്പൊ തുടങ്ങിയത് എന്നാണ് ഇദ്ദേഹം എന്നു മുതൽ കയറാൻ തുടങ്ങി. അപ്പൊ കയറ്റിയ മന്ത്രി ആരാണ്? ഇപ്പൊ അതിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പൊ പുതിയ തർക്കം വന്നിട്ടുണ്ടെന്നു. അത് ഇന്നാളാണോ, അഖിലേന്ത്യാണോ, സ്റ്റേറ്റ് ആണോ, അന്നത്തെ കാലം എന്നാണ് ഇപ്പൊ അവര് തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. വളരെ ഗൗരവമായ പ്രശ്നമാണ്. സർക്കാർ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തിലൂടെ എല്ലാ ഭാഗവും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയാം. HMT NAD സ്ഥലത്തോടെയുള്ള സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണത്തിന്റെ സാങ്കേതിക അനുമതി ഇന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച അത് സംബന്ധിച്ചുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കും. അപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ 1/4 നൂറ്റാണ്ടിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അവസാന ഘട്ടത്തിലേക്ക് എത്താണ്. തിങ്കളാഴ്ചയോടുകൂടി ടെൻഡർ ഡോക്യുമെന്റ് വരും. ചൊവ്വാഴ്ച പത്രങ്ങളിൽ അത് പ്രസിദ്ധപ്പെടുത്തും. അതാണ് ആദ്യമായി പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ ഒപ്പം മെഡിക്കൽ ക്യാമ്പിന്റെ 5ാമത്തെ എഡിഷനാണ് ജനുവരി 25 കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് അടുത്തുള്ള സമറ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടക്കുന്നത്. ഇത്തവണ ഏകദേശം 10,000-ഓളം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ആധുനിക പരിശോധനാ സംവിധാനങ്ങളും, മൊബൈലായി ഒരുക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും. രാജഗിരി ഹോസ്പിറ്റലിന്റെ ഏറ്റവും ആധുനികമായിട്ടുള്ള മൊബൈൽ മാമോഗ്രാം യൂണിറ്റ്, അമൃത ഹോസ്പിറ്റലിന്റെ എക്കോ ഉൾപ്പെടെയുള്ള അൾട്രാസൗണ്ട് സ്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള വലിയ മൊബൈൽ യൂണിറ്റ്, ഈ സൗകര്യങ്ങളെല്ലാം ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും. 35 ആശുപത്രികൾ ഈ ക്യാമ്പുമായിട്ട് സഹകരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എറണാകുളം ജില്ലയിലെ എല്ലാ പ്രധാന സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒപ്പം തന്നെ ക്യാൻസർ സെന്ററും ഹോമിയോ വിഭാഗം
ആയുർവേദ വിഭാഗം എല്ലാവരും ഒരു കുടക്കീഴിൽ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പായിരിക്കും ഒപ്പം മെഡിക്കൽ ക്യാമ്പ്. ജനുവരി 25 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ക്യാമ്പ് ആരംഭിക്കും. സാധാരണ വരുന്ന എല്ലാ രോഗികൾക്കും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമായിരിക്കും, BP, ഷുഗർ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഡോക്ടർമാരെ കാണുക. കാർഡിയോളജി സംവിധാനം, വളരെ സുശക്തമായ കാർഡിയോളജി സംവിധാനം ഉണ്ടായിരിക്കും. അവിടെ ECG, എക്കോ, TMT ഈ സൗകര്യങ്ങൾ, ഈ പരിശോധനാ സൗകര്യങ്ങളും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടാകും. ലോകപ്രശസ്തനായിട്ടുള്ള കാർഡിയോ സർജൻ ജോസ് ചാക്കോ പെരിയപ്പുറം, അതുപോലെ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഇങ്ങനെയുള്ള നമ്മുടെ ആശുപത്രികളിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ സേവനവും നിശ്ചിത സമയം ഈ ക്യാമ്പിൽ ലഭ്യമാകും. പിന്നൊന്ന്, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം സെർവിക്കൽ ക്യാൻസറിന്റെയും ബ്രസ്റ്റ് ക്യാൻസറിന്റെയും പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ, അതിനാവശ്യമായിട്ട് പ്രത്യേക സൗകര്യം ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ആശാ ടീച്ചേഴ്സ്, അവർക്കെല്ലാം പൂർണ്ണമായിട്ടും ഈ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അവിടെ തന്നെ മൊബൈലായി മാമോഗ്രാം സൗകര്യം ഉണ്ടായിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മറ്റ് ആശുപത്രികളുമായി ചേർന്ന് സൗജന്യമായി ആ മാമോഗ്രാം സേവനവും നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ക്യാമ്പുകളിലായി ഏകദേശം 48 പേർക്ക് നമുക്ക് മുട്ടുമാറ്റി വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റ്, മറ്റ് പ്ലാസ്റ്റിക് സർജറികൾ, നിരവധി MRI സ്കാൻ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് സൗജന്യമായി തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ആളുകൾക്ക് ആവശ്യമായ മരുന്ന് നിശ്ചിത കാലാവധിക്കുള്ളത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഈ ക്യാമ്പിൽ നൽകുന്നത്. അപ്പോൾ വളരെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് കഴിഞ്ഞ 5 ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർമാർ കണ്ടാൽ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, എക്കോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, അൾട്രാസൗണ്ട് സ്കാനിങ്, ഇത്തരം സൗകര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. 2, ഇതിന്റെ ഭാഗമായി കാണുന്നത് കളമശ്ശേരി മണ്ഡലം തിമിരരഹിത മണ്ഡലം, തിമിരരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ തിമിര വിമുക്ത മണ്ഡലം, തിമിരത്തിൽ നിന്ന് വിമുക്തമാകുന്ന ഒരു മണ്ഡലം എന്ന മട്ടിലേക്കാണ് തിമിര വിമുക്ത മണ്ഡലം. തിമിരമുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് അതിനുള്ള സർജറി നൽകും. തിമിര വിമുക്ത മണ്ഡലമായി, കേരളത്തിലെ ആദ്യത്തെ തിമിര വിമുക്ത മണ്ഡലമായി കളമശ്ശേരി മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പൂർണ്ണമായിട്ട് സൗജന്യമായി എല്ലാ പ്രധാന ആശുപത്രികളുമായി ചേർന്ന് BPCLന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2, കളമശ്ശേരി മണ്ഡലത്തിൽ പൂർണ്ണമായിട്ടും CPR സാക്ഷരത, പൂർണ്ണ സാക്ഷരത. ഇപ്പോൾ കുഴഞ്ഞു വീഴുന്ന മരണങ്ങൾ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന്റെ ചെറിയ ഒരു പൈലറ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ 2 ദിവസം, പിന്നീട് എല്ലാവരും സൗകര്യാർത്ഥം 2 ദിവസം പ്രഖ്യാപിച്ചിട്ട് കോളേജുകൾ, സ്കൂളുകൾ, ജംഗ്ഷനുകൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, അതുപോലെ വ്യാപാരികൾ, ഇവർക്കെല്ലാം കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവർക്കും CPR പരിശീലനം നൽകുന്ന സൗകര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നത്. പൂർണ്ണമായിട്ടും അതിനകത്ത് സാക്ഷരത നൽകുക എന്നതാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏകദേശം 40,000-ഓളം ആളുകൾ പലതരത്തിലുള്ള ചികിത്സ സൗജന്യമായി ഈ ക്യാമ്പിന്റെ ഭാഗമായി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. 17, 18 തീയതികളിൽ ഇതിന് രജിസ്ട്രേഷന് വേണ്ടിയുള്ള 2 ദിവസമായി കാണുന്നുണ്ട്. കൗൺസിലർമാർ, ആശാ വർക്കേഴ്സ് എല്ലാം ഇപ്പോൾ SIRലാണ്, അംഗനവാടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ഇവരെല്ലാവരും, ക്ലബ്ബുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഈ സൗകര്യം വിനിയോഗിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വാഹന സൗകര്യം എല്ലാ പഞ്ചായത്തിൽ നിന്നും വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വളരെ പിന്നോക്കം നിൽക്കുന്ന SC സങ്കേതങ്ങൾ, ST ഉന്നതികൾ, അവിടെ നിന്നെല്ലാം പൂർണ്ണമായിട്ടും അവർക്ക് മെഡിക്കൽ ചെക്കപ്പ്, ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പ് ആ മേഖലയിലുള്ള ആളുകൾക്ക് അതും ഉറപ്പുവരുത്താനായിട്ട് ഈ ക്യാമ്പിൽ ശ്രമിക്കുന്നുണ്ട്. അവർക്കും വാഹന സൗകര്യം പൂർണ്ണമായിട്ടും സൗജന്യമായി സ്കൂളുകളുടെ എല്ലാം സഹകരണത്തോടെ വാഹന സൗകര്യവും ഉറപ്പുവരുത്തുന്നുണ്ട്. അത് നമ്മുടെ 4 ക്യാമ്പുകളും വളരെ വിപുലമായിരുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ അതിവിപുലമായൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചത്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിപുലമായ മെഡിക്കൽ ക്യാമ്പായിരിക്കും. വളരെ പ്രശസ്തരായ ഡോക്ടർമാരെല്ലാം അവർ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പലരുടെയും സേവനം ഇതിനു വേണ്ടി നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്.
എല്ലാ ആശുപത്രികളും പൂർണ്ണമായിട്ടും സഹകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത് കഴിഞ്ഞാൽ അർഹരായ ആളുകൾക്ക് തുടർ ചികിത്സയും ഫ്രീ ആയിരിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ബൈപ്പാസ് ഫ്രീ ആയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. മുട്ടുമാറ്റി വയ്ക്കലുകൾ പൂർണ്ണമായിട്ടും സൗജന്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് സർജറി ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെ നൽകുന്നുണ്ട്. അത് ഓരോ സ്ലോട്ടും ഉണ്ടാവും. അപ്പോൾ ചികിത്സ ആദ്യം എല്ലാം രക്തപരിശോധന, BP ഒക്കെ പരിശോധിച്ച് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഫോളോ അപ്പ് വേണമെങ്കിൽ പ്രത്യേക കൗണ്ടർ ഉണ്ടാവും. ആ ഫോളോ അപ്പ് കൗണ്ടറിൽ അവർ വീണ്ടും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിലും എപ്പോഴാണ് അവർക്കുള്ള സ്ലോട്ട് എന്നുള്ളത് പിന്നീട് വിളിച്ച് പറയുകയായിരിക്കും. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഞാൻ പറയാൻ വിട്ടുപോയെന്ന് 3 ദന്തൽ കോളേജുകളുടെ വാഹനം ഉണ്ടായിരിക്കും. ഒരു ദന്തൽ ക്ലിനിക്, അത്യാധുനിക ദന്തൽ ക്ലിനിക്ക് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകും. ഇപ്പം അതും ഒരു നല്ല ചെലവേറിയ ഒന്നാണ് ഈ ദന്തൽ വിഭാഗം എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പരിശോധന സംവിധാനവും ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷെ അവര് ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് അത് പരിഗണിക്കാമെന്നുണ്ട്. കാരണം ഹൈക്കോടതിയിൽ ഈ ട്രയൽ കോർട്ടിലെ പോലെയല്ല സാധാരണ. ട്രയൽ കോർട്ടിൽ സാധാരണ അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൊടുക്കാറുണ്ട്. ഹൈക്കോടതിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ക്രിമിനൽ ലോ നന്നായി ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ, അതുപോലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ഇവരെല്ലാം വളരെ സമർത്ഥരായ അഭിഭാഷകരാണ്. സാധാരണ നമ്മൾ ഹൈക്കോടതിയിൽ ആർഗ്യുമെന്റ് മാത്രമേ ഉള്ളൂ, മറ്റേ ക്രോസ് ഇതൊന്നുമില്ല. അവർ തന്നെയാണ് സാധാരണ കൊടുക്കാറുള്ളത്. അത്യപൂർവമായിട്ട് വിചാരണ കോടതിയിൽ കേസ് ബാധിച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിൽ അവരുടെ സേവനം തേടാറുണ്ട്. ഇപ്പോൾ നമുക്ക് നിർബന്ധമാണെന്ന് വന്നാൽ ഇപ്പം അതിന്റെ പേരിലൊരു ഇത് വേണ്ട. നമുക്ക് എല്ലാ കാര്യങ്ങളിലും സർക്കാർ ഉദാര സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വരുന്ന ആളുകളെല്ലാം ഇത്തരം നിയമങ്ങളിൽ നല്ല അവഗാഹമുള്ള ആളുകളായിരിക്കണം എന്നുള്ള കാര്യം അവരുകൂടി ഉറപ്പുവരുത്തുക. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുള്ള വക്കീലന്മാർ വളരെ ശക്തമായി തന്നെ, ഇപ്പൊ സർക്കാർ കൊടുത്ത അപ്പീലാണല്ലോ ഇതിനകത്തുള്ളത്, നന്നായി തന്നെ മുന്നോട്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണ ഇതുവരെ അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല. എന്നാൽ അവർ വീണ്ടും ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഇപ്പോൾ അതിന് മടിയില്ല. അതിൽ സാധാരണ കേസ് നടത്താൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ളത് അവിടുത്തെ തന്നെ ആളായിരിക്കും. ഈ മീഡിയ എല്ലാം വരുമ്പോൾ ചില ഈ അഭിഭാഷകനായ കൊള്ളാം എന്നൊക്കെ തോന്നും. അത് അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പകരുമെങ്കിൽ ഗവൺമെന്റ് എപ്പോഴും ഇരകൾക്കൊപ്പമാണല്ലോ എല്ലാ സമീപനം സ്വീകരിക്കുന്നത്. ഇപ്പോ കയറ്റിയത് ആരാണെന്ന കാര്യം ഏകദേശം വ്യക്തമായല്ലോ. പോറ്റിയെ കയറ്റിയത് ആര് എന്നതിൽ നല്ല വ്യക്തത വന്നു. നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു ഭാഗം ഈ കേസിന്റെ ഉത്ഭവം എങ്ങനെയാണ്. ശബരിമല നമ്മുടെ അയ്യപ്പ മഹാസംഗമം നടത്തുന്നു, ആഗോള. ആ ഘട്ടത്തിൽ പോറ്റി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. പോറ്റിയാണ് ആദ്യം ഇത് കാണുന്നില്ല എന്ന് പരാതി കൊടുക്കുന്നത്, ഒരു പീഠം. അതോടുകൂടി ഒരു പുതിയ വിവാദം തുറന്നു. പോറ്റിയുടെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പിന്നീട് അത് കണ്ടെത്തി. അപ്പൊ ആരാണ് പോറ്റി ഉപയോഗിച്ചിട്ട്, ചിലപ്പോൾ ആ ഒരു ഹ്രസ്വ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും. പോറ്റിയാണല്ലോ തുറന്നിട്ടത്, വേറെ ആരുമല്ല തുറന്നിട്ട്, അദ്ദേഹം തന്നെയാണ് ഇത് തുടങ്ങിയത്. പക്ഷെ ചിലപ്പോ ഒരു ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിച്ചായിരിക്കും. പ്രതിപക്ഷമായിട്ട് സംസാരിച്ചു എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി. ഇത് കോടതി വന്നപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആയിക്കോട്ടെ, പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അതിനെ പിന്തുണയ്ക്കുന്നു. എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പച്ചക്കള്ളം പറയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. SIT ഞങ്ങൾ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ നിയമസഭാ സമ്മേളനം എന്തിനാ ബഹിഷ്കരിച്ചത്? അത് പച്ചക്കള്ളല്ലേ ഇപ്പൊ പറയുന്നത്. യഥാർത്ഥത്തിൽ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ SIT-യിലാണോ നിങ്ങൾക്ക് വിശ്വാസം, അതോ നിങ്ങളുടെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ തള്ളിപ്പറയുന്ന CBI-യിലാണോ നിങ്ങൾക്ക് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാണ് പാവങ്ങളുടെ ഏകകിടപ്പാട സംരക്ഷണ നിയമവും
സേവനാവകാശ നിയമം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമനിർമ്മാണ പ്രക്രിയ പൂർണ്ണമായിട്ട് ബഹിഷ്കരിച്ചത്. എന്നിട്ട് ഇപ്പോൾ വളരെ സത്യസന്ധതയിൽ പച്ചക്കള്ളം പറയാണ് ഞങ്ങൾ എന്തെങ്കിലും SIT എതിർത്തിട്ടുണ്ടോ. ഇതെല്ലാം നിങ്ങളുടെ ചോദിക്കാത്തതുകൊണ്ട്. അപ്പൊ നിയമസഭ എന്തിനാ ബഹിഷ്കരിച്ചെന്നൊരു ചോദ്യം ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം ചോദിച്ചെങ്കിൽ പ്രശ്നമായി പോയത്. പക്ഷെ ആരും നിങ്ങൾ ചോദിച്ചു കണ്ടില്ല, ഒരു ദിവസം ചോദിക്കുന്നത് കാണുന്നില്ല. രണ്ടാമത്തെ ഭാഗം അദ്ദേഹം പറയുന്നത് ഇപ്പൊ അതല്ലല്ലോ അന്വേഷിക്കേണ്ടത്, ഇപ്പോ 19 അന്വേഷിച്ചാൽ മതിയല്ലോ. ഇപ്പൊ ഒരു കള്ളൻ നമ്മൾ പിടിച്ചു, കള്ളനെ പിടികൂടിയത് മോഷണത്തിലായിരിക്കും. ആ ദിവസം വരെ വളരെ സത്യസന്ധനും സ്വാത്വികനുമായൊരു കള്ളൻ ആദ്യം നടത്തുന്ന മോഷണമായിട്ടാണെങ്കിൽ ശരി, സ്വാഭാവികമായിട്ടും പോലീസുകാരെന്ത് ചെയ്യും? ഈ കള്ളൻ ഇതിനു മുമ്പ് വല്ല മോഷണം നടത്തിയിട്ടുണ്ടോ നോക്കില്ലേ? അപ്പോൾ പല കേസുകളും വരില്ലേ, ചിലപ്പോൾ ഇതിനേക്കാളും വലിയ കേസ് വന്നെന്ന് വരില്ലേ. അപ്പോൾ പറയുകയാണെങ്കിൽ അതൊന്നും ഇപ്പം അന്വേഷിക്കേണ്ട, നിങ്ങൾ ഇത് അന്വേഷിച്ചാൽ മതി, അത് ഡൈല്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഡൈല്യൂട്ട് ചെയ്യണം എങ്ങനെയാണ്? ഇപ്പോൾ ഒരു മോഷണം പിടിച്ച് പോലീസ് അന്വേഷിച്ച് അത് വളരെ ഗൗരവമായി നിങ്ങളൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിനിടയിലാണ് വേറൊരു മോഷണം നടത്തിയപ്പോൾ കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്യപ്പെടോ കുറെ കൂടി സ്ട്രോങ് ആവും രണ്ടാമത്തെ കേസ്. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കേസ് ഗൗരവമുള്ളതാവും. പൊതിഞ്ഞത് കട്ടതാണോ മൊത്തം സ്വർണം കട്ടതാണോ എന്ന പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അടുത്ത ഗൗരവമായി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ SIT അന്വേഷണം നടത്തുന്നു. ഹൈക്കോടതി പൂർണ്ണമായും അതിനകത്ത് സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ അന്വേഷണം ഏതറ്റം വരെയും പൊക്കോട്ടെ. നമ്മളെല്ലാം കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ചില സംഘടനകളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ, ഇത് രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്. ആ ക്ഷേത്രങ്ങളെ മറ്റ് ആരാധനാലയങ്ങളെല്ലാം വിശ്വാസത്തെ തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സ്വത്ത് തട്ടിയെടുക്കുന്ന സംഘങ്ങളുണ്ട്. അത് പിടികൂടുമ്പോൾ അടിവേര് തന്നെ ഇളക്കുന്ന രൂപത്തിൽ കൊണ്ടുവരണം. അതിനകത്ത് അകത്ത് കിടക്കുന്നവരിൽ എല്ലാവരും ഉണ്ടല്ലോ. ഇനിയിപ്പോൾ വരുന്നു തന്ത്രിയുടെ ഞങ്ങളിപ്പോൾ തന്ത്രി കുറ്റം ചെയ്തില്ലയോ? ഗവൺമെന്റ് അതിനകത്തല്ല, പോലീസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ അപ്പൊ തുടങ്ങിയത് എന്നാണ് ഇദ്ദേഹം എന്നു മുതൽ കയറാൻ തുടങ്ങി. അപ്പൊ KTA മന്ത്രി ആരാണ്? ഇപ്പൊ അതിനകത്ത് കോൺഗ്രസിനകത്ത് ഇപ്പൊ പുതിയ തർക്കം വന്നിട്ടുണ്ടെന്നു. അത് ഇന്നാളാണോ അഖിലേന്ത്യയാണോ സ്റ്റേറ്റ് ആണോ അന്നത്തെ കാലം എന്നാണ് ഇപ്പൊ അവര് തന്നെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. വളരെ ഗൗരവമായ പ്രശ്നമാണ്. സർക്കാർ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തിലൂടെ എല്ലാ ഭാഗവും പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.